ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇംപ്രൂവ്മെൻറ്റ് കൗണ്ട് ഡൗൺ സീരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. എത്ര ദിവസമുണ്ട് ഇനി ബാക്കി നമ്മുടെ കൗണ്ട് ഡൗൺ സീരീസിൽ? ഇന്ന് December 2, ഇനി എക്സാമിലേക്ക് 16 ഡേയ്സും കൂടി അല്ലേ. 2 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വേവ്സ് ആൻഡ് ഓസിലേഷൻസ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒരുപാട് പേര് ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നു. നമ്മുടെ ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ടാണ്. ഡൗട്ടുകൾ ഇങ്ങനെ കണ്ടമാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി പറ്റാവുന്നതിനെല്ലാം ഞാൻ ആൻസർ പറയുന്നുമുണ്ട്. ഓക്കെ, അതോടൊപ്പം നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ കൂടെ തന്നെ സൊല്യൂഷനുമുണ്ട്. അതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററാണ്. നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ ടോട്ടൽ സിലബസ് നോക്കുമ്പോൾ 2 പാർട്ടാണത്. ഒന്ന് മെക്കാനിക്സ് എന്ന് പറയുന്ന മോഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. നമ്മുടെ ടോട്ടൽ സിലബസിൻ്റെ മേജർ പാർട്ടും അതായിരുന്നു അല്ലേ, സ്റ്റഡി ഓഫ് മോഷൻ, ഓസിലേഷൻസിലും വേവ്സിലും. അതുപോലെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിലും നമ്മൾ പഠിക്കുന്നത് മോഷനെ കുറിച്ചാണ്. ദെൻ ഫിസിക്സിൻ്റെ മറ്റൊരു സെക്ഷനാണ് പിന്നീട് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചത്. അതിന് നമ്മൾ തെർമോഡൈനാമിക്സ് എന്നാണ് ടോട്ടലി പറയുക. ഒരു ഹീറ്റ് എനർജിയുമായി ബന്ധപ്പെട്ട, ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട സ്റ്റഡി, അതാണ് തെർമോഡൈനാമിക്സ്. അവിടെ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു: തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. പൊതുവേ കുട്ടികൾ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലേ പ്ലസ് വണ്ണിൽ. എന്തുകൊണ്ടാണെന്നറിയില്ല. അത് നിങ്ങൾ ആ ഒരു നല്ല രീതിയിൽ നോക്കി പഠിക്കാത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ കുറേയും കൂടി ഒരു കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിൻ്റെ ഒരു ഫിസിക്കൽ കോൺസെപ്റ്റാണ് പറയുന്നത്. അത് രണ്ടും കൂടിയും ഇങ്ങനെ മിക്സ് ആവാത്തതിൻ്റെ ഒരു പ്രശ്നമാണോ എന്നറിയില്ല. കുട്ടികൾ വല്ലാതെ ബുദ്ധിമുട്ട് പറയുന്നൊരു ടോപ്പിക്കാണ്. എന്തായാലും നമുക്കിത് നോക്കാം. ഇതിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. പ്ലസ് 1 സിലബസിൽ 2 ചെറിയ ചാപ്റ്റേഴ്സിൽ ഒന്ന് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് അല്ലേ, വളരെ ചെറിയ ചാപ്റ്ററാണ്. അതുപോലെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് 3 മാർക്സ് ആണ് വെയിറ്റേജ്. പരമാവധി 3 മാർക്ക് വരെയാണ് ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. ബട്ട് ഞാൻ പറഞ്ഞു ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. നമുക്ക് ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. മിക്കവാറും പരീക്ഷകൾക്ക് എല്ലാം വന്നിരിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ആ പോയിന്റുകൾ മാത്രം നോക്കിയിട്ട് പോവാം. ഓക്കെ, ആദ്യത്തെ ഒരു പോയിന്റ് എന്താണ് കൈനറ്റിക് തിയറി? ആ തിയറി പറയുന്ന പോസ്റ്റ്ലേറ്റ്സ് എന്തൊക്കെയാണ്? കൈനറ്റിക് ഗ്യാസ് മോളിക്യൂൾസിന്റെ മോഷനുമായി ബന്ധപ്പെട്ടാണ് അല്ലേ കൈനറ്റിക് തിയറി. കൈനറ്റിക് എനർജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കൈനറ്റിക് എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു കണ്ടെയ്നറിൽ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഐഡിയൽ ഗ്യാസ്, ആ ഗ്യാസിൻ്റെ മോളിക്യൂൾസിനെ കുറിച്ച് പറയുന്ന കുറേ പോസ്റ്റ്ലേറ്റ്സ് ആണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ പോസ്റ്റ്ലേറ്റ്സ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറേ പോസ്റ്റ്ലേറ്റ്സ് എണ്ണിയെടുക്കാം. ഒന്ന് പറയുന്നത് എല്ലാ ഗ്യാസും മെയ്ഡപ്പ് ഓഫ്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വളരെ ചെറിയ ടൈനി പാർട്ടിക്കിൾസ് ആയ സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ചെറിയ ചെറിയ ബോളുകൾ പോലെയുള്ള മോളിക്യൂൾസ് കൊണ്ടാണ് എല്ലാ ഗ്യാസും മെയ്ഡ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ്ലേറ്റ്സ് നമ്പർ 1. ഓക്കെ, സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് പറയുന്നത് ഈ മോളിക്യൂൾസ് എല്ലാം റാൻഡം മോഷനിലാണ്. അവരൊരിക്കലും നിൽക്കാത്ത, സ്റ്റോപ്പ് ചെയ്യാത്ത, അവർക്ക് റെസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. റെസ്റ്റ് ഇല്ലാത്ത തരത്തിൽ ഈ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം നമ്മളൊരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ അവരവിടെ റെസ്റ്റിൽ നിൽക്കുന്നില്ല. അവർ റാൻഡമായിട്ട്, എൻലെസ് ആയിട്ട്, എങ്ങോട്ട് എന്നൊരു ഡയറക്ഷൻ ഇല്ലാതെ സിഗ്സാഗ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്. പിന്നെ പറയുന്നത് അങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവർ പരസ്പരം കൊളൈഡ് ചെയ്യും. ഈ മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യാം. ആ മോളിക്യൂൾസ് ഈ കണ്ടെയ്നറിൻ്റെ വാൾസിൽ പോയിട്ട് കൊളൈഡ് ചെയ്യാം. അങ്ങനെ കൊളൈഡ് ചെയ്തിട്ട് വീണ്ടും തെറിച്ച് വരാം. ഇങ്ങനെ കൊളിഷൻ നടത്തിക്കൊണ്ടാണ് ഈ മോളിക്യൂൾസ് എല്ലാം ഇതിൻ്റെ ഇടയിലൂടെ മൂവ് ചെയ്യുന്നത്. 2 കൊളിഷൻസിൻ്റെ ഇടയിലുള്ള ഒരു ടൈം, അവർ കവർ ചെയ്യുന്ന ദൂരം, ആ ദൂരത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനെ നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്നാണ് പറയുന്നത്. ഒരു കൊളിഷൻ നടന്നു, ദെൻ ആ മോളിക്യൂൾ വീണ്ടും എങ്ങോട്ടോ മൂവ് ചെയ്യുന്നു, അടുത്ത കൊളിഷൻ നടക്കുന്നു. വളരെ ചെറിയ സമയം മതിയാകും ഇതിനൊക്കെ. ആ കൊളിഷൻസിൻ്റെ ഇടയിൽ അവർ സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയും. കൊളിഷൻ നടക്കുന്ന സമയം വളരെ നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടുള്ള സമയമായിരിക്കും. ഈ കൊളിഷൻസ് എല്ലാം ഓൾമോസ്റ്റ് ഇലാസ്റ്റിക് കൊളിഷൻസ് ആയിരിക്കും. ഓക്കെ, ഇലാസ്റ്റിക് കൊളിഷൻസ്. അങ്ങനെ ആ മോളിക്യൂൾസ് എല്ലാം കൊളൈഡ് ചെയ്യുന്നു. ദെൻ ഇവർ കൊളൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, മൊമെൻറ്റം എക്സേർട്ട് ചെയ്യുന്നുണ്ട്. വാൾസിലും മറ്റും ഈ കൊളിഷൻ കൊണ്ട് പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടാം.
ഓക്കെ. ദെൻ ഈ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി അതിൻ്റെ ടെമ്പറേച്ചറിന്, അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഇങ്ങനെ തുടങ്ങി ആ ഗ്യാസിൻ്റെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പോസ്റ്റുലേറ്റ്സ് ആണ് നമ്മളൊന്ന് നോക്കേണ്ടത്. ദെൻ ഇക്വേഷൻ ഫോർ പ്രഷർ, ഈ ഒരു ഭാഗം പറയുമ്പം ഇത് ഒരു ചെറിയ ഡെറിവേഷൻ ആണ്. ഞാൻ ആ ഡെറിവേഷൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത കൈനറ്റിക് തിയറിയുടെ മറ്റൊരു ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാം, അത് കഴിഞ്ഞ ഈ എക്സാം നടന്നല്ലോ നിങ്ങളുടെ +1 ഫൈനൽ എക്സാം, ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് കൈനറ്റിക് തിയറി നമ്മൾ എടുക്കുന്നുണ്ട്. ഈ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ ഞാൻ ബോർഡിൽ എഴുതി കാണിച്ച് നിങ്ങളോട് എഴുതി എടുക്കാനൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഈ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചധികം പ്രോബ്ലംസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്തുനിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ചില പ്രോബ്ലംസ്. അതേസമയം തിയറി ഒരുപാട് ഞാൻ വീണ്ടും പറയുന്നില്ല, കാരണം തിയറി ഞാൻ ഓൾറെഡി എടുത്ത വീഡിയോ ഉണ്ട്. അത് തന്നെ വീണ്ടും പറഞ്ഞ് എന്തായാലും ആ വീഡിയോ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോയിലുള്ള തന്നെ ഞാൻ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുതിയ വീഡിയോ കൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരം ഇല്ലാണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തിയറി വേണ്ടവർ, ഡെറിവേഷൻസ് വേണ്ടവർ ഇതിൻ്റെ താഴെ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കൈനറ്റിക് തിയറി കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ആക്റ്റീവായി വരുന്നൊരു സമയമായിരുന്നു അത്. ചിലപ്പോൾ ഒരു ചെറിയ എന്താ പറയുക, ടെക്നിക്കലി ഉള്ള വീഡിയോ ക്വാളിറ്റി പോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇന്നുള്ളത് പോലെയുള്ള ഇത്ര ക്ലാരിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. ബട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അതേ വീഡിയോയിൽ പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങൾക്കപ്പോൾ പുതിയ വീഡിയോ കൊണ്ടൊരു ഉപകാരം ഇല്ലാണ്ടായിപ്പോൾ. ഓക്കെ, അത് കാണേണ്ടവർ അത് കാണണം. പ്രഷറിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്ന കാണേണ്ടവർ ആ വീഡിയോ കണ്ടാൽ മതി. ഡയഗ്രാമൊക്കെ വരച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രഷർ ഡിറൈവ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇപ്പോൾ പോസ്റ്റ്ലേറ്റ്സ് പഠിക്കണം, പ്രഷറിൻ്റെ ഇക്വേഷൻ പഠിക്കണം, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഓക്കെ, തെർമൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരു എൻക്ലോസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത്. ഓക്കെ, ദെൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. PV = nRT എന്ന് പറയുന്ന ഇക്വേഷൻ. ആ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന കണ്ടീഷൻസ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചറിലാണ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുക. ഇങ്ങനെ തുടങ്ങി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില പോയിന്റുകൾ മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് സംശയം വരെ ചില പ്രോബ്ലംസ് ചെയ്യുന്നതിലാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച ഇനി ചാൻസ് ഉള്ള 1-2 പ്രോബ്ലംസ് കൂടെ ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, തിയറി ഭാഗങ്ങൾ വേണ്ടവർ നേരത്തെ വീഡിയോ നോക്കണം. ആ തിയറി ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഇവിടെ നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. റെഡി അല്ലേ? ഒരു ചെറിയ പ്രോബ്ലം നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ആവശ്യമുണ്ട് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് എഴുതിയെടുക്കട്ടോ. പ്രോബ്ലം എഴുതിയെടുത്തോളൂ. ഫൈൻഡ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് RMS വെലോസിറ്റി ഓഫ് എ ഗ്യാസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഗെറ്റ് ഡബിൾഡ്. ഓക്കെ, ഇപ്പോൾ ഇതെന്തൊക്കെ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാം. നമ്മൾ കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റിലും പറഞ്ഞതാണ്, ഗ്യാസ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് അവരുടെ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട്, അവരുടെ എനർജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലേ, ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. നമ്മളൊരു കണ്ടെയ്നറിൽ ഗ്യാസ് എടുത്തു, ചൂടാക്കി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിലുള്ള മോളിക്യൂൾസ് കൂടുതൽ സ്പീഡിൽ റാൻഡം മോഷൻ തുടങ്ങും അല്ലേ. ദെൻ അതിനെ നമ്മൾ ലോജിക്കലി നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. അതിന് കൃത്യമായ ഇക്വേഷൻസ് ഉണ്ട്. നമ്മളെ ഇക്വേഷൻ ഇങ്ങനെയാണ്: കൈനറ്റിക് എനർജി = ½ mv² അല്ലേ. ഇത് നമുക്ക് അറിയുന്ന ഇക്വേഷൻ തന്നെയാണ്. എല്ലാത്തരം കൈനറ്റിക് എനർജിക്ക് നമ്മൾ ½ mv² എന്ന് പറയാറുണ്ട്. ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു 3/2 kBT അല്ലേ. KB എന്ന് പറയുന്നതാണ് ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ദെൻ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതും ഈക്വൽ എന്ന് പറയാം, ഇത് രണ്ടും ഈക്വൽ എന്ന് പറയാം, ഇതും ഈക്വൽ എന്ന് പറയാം. നമുക്കിതിൽ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള ഏത് ആ ഇക്വാലിറ്റി നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അല്ലേ. കൈനറ്റിക് എനർജി = 3/2 kBT എന്ന് പറയുമ്പോൾ 3/2 kB ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. സോ കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതല്ലെങ്കിൽ ½ mv² = 3/2 kBT. ഇത് രണ്ടും മാത്രം എടുത്താൽ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും മാത്രം എടുത്താൽ ½ m constant, 3/2 kB constant. Therefore, we can say v², the RMS velocity, that is called v, that is proportional to temperature. v² proportional to temperature. അല്ലേ. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വെലോസിറ്റി കൂടും. വെലോസിറ്റിയും ടെമ്പറേച്ചറും നമ്മൾ റിലേഷൻ ഒരു സ്ക്വയറും കൂടിയുണ്ട്.
എന്നിട്ട് ഇവിടെ അപ്പോൾ അതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ, അപ്പോൾ അങ്ങനെ കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക. സിമ്പിളായിട്ട് പറയുമ്പോൾ ഒരു ഗ്യാസിനെ ചൂടാക്കിയാൽ അതിന് മോളിക്യൂൾസ് കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കാൻ തുടങ്ങും, വെലോസിറ്റി കൂടും, അതിന് കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, അതല്ലെങ്കിൽ വെലോസിറ്റിയുടെ സ്ക്വയറും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇനി എന്താ ചോദിക്കുന്നത്? ഫൈൻഡ് ദ ടെമ്പറേച്ചർ കാണണം അറ്റ് വിച്ച് RMS വെലോസിറ്റി അറ്റ് 0 degree Celsius ഗെറ്റ് ഡബിൾഡ്. ആദ്യത്തെ ടെമ്പറേച്ചർ ടേക്ക് ഇറ്റ് ആസ് T1. T1 is equal to 0 degree Celsius. 0 degree Celsius എന്ന് പറയുമ്പോൾ 273 Kelvin അല്ലേ? കെൽവിനിൽ എടുത്ത് ചെയ്യാം. ആ സമയത്തുള്ള വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്നു വെലോസിറ്റി ഈസ് ടേക്കൺ ആസ് V. ഓക്കെ, 0 degree Celsiusൽ ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു. ആ വെലോസിറ്റി ഡബിൾ ആവണമെങ്കിൽ ആ വെലോസിറ്റി, അതായത് V1 എന്ന് പറയുന്ന വെലോസിറ്റി, നമുക്കതിനെ V1 എന്ന് വിളിക്കാം, V1. ആ വെലോസിറ്റി V2 എന്ന വെലോസിറ്റി 2V ആവണമെങ്കിൽ ടെമ്പറേച്ചർ എത്ര? ഇതാണ് ഈ ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. 0 degree Celsiusൽ ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി ഡബിൾ ആവണമെങ്കിൽ, ഇപ്പൊ എത്ര സ്പീഡിലാണ് പോകുന്നത് അതിന്റെ ഡബിൾ സ്പീഡ് ഉണ്ടാവണമെങ്കിൽ ടെമ്പറേച്ചർ എവിടെ എത്തണം? അപ്പൊ നമുക്ക് ഈ റിലേഷൻ അങ്ങ് യൂസ് ചെയ്താൽ മതി. V² proportional to T. That is നമുക്ക് ഇങ്ങനെ എഴുതാം, V1 by V2 square is equal to T1 by T2. അല്ലേ? V1 square proportional to T1, V2 square proportional to T2. So V1 by V2 the square is T1 by T2. V1 ന് പകരം കൊടുക്കാം V by V2 ന് പകരം കൊടുക്കാം 2V. The square is equal to T1 is 273 Kelvin by T2. ഇവിടെ നമുക്ക് V² കട്ട് ചെയ്യാം. ദെൻ 1/2 സ്ക്വയർ 1/4 ബാക്കി ഉണ്ടാവും, ശരിയല്ലേ? 1/4 then V² കട്ടായി പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 273 by T2. Therefore T2 is equal to 4. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. T2 is equal to 4 into 273. ഓക്കെ, 4 into 273 ചെയ്ത് വന്നാൽ എത്ര ഉണ്ടാവും? ആ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ആ വാല്യൂ കെൽവിനിൽ നമുക്ക് കിട്ടും. കെൽവിനിൽ വീണ്ടും ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണമെങ്കിൽ അതിൽ നിന്ന് 273 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ കെൽവിനിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് ഡിഗ്രി സെൽഷ്യസിലാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ എനർജിയുമായി ബന്ധപ്പെട്ടും വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വരുന്ന ഒരു റിലേഷൻ ക്വസ്റ്റ്യൻ ആണിത്. ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A flask contains argon and chlorine in the ratio of 2:1 by mass. The temperature of mixture is 27 degrees Celsius. Temperature നോക്കാം. Find the ratio of average kinetic energy per molecule, RMS velocity. ആരുടെയൊക്കെ? ക്ലോറിൻ ആൻഡ് ആർഗൺ അല്ലേ? Given atomic mass of argon is 39.9 U and molecular mass of chlorine is 70.9 U. വീണ്ടും എന്തൊക്കെ തന്നിരിക്കുന്നു? ടെമ്പറേച്ചർ തന്നിരിക്കുന്നു, മോളിക്കുലാർ ആൻഡ് അറ്റോമിക് മാസ് തന്നിരിക്കുന്നു, കൈനറ്റിക് എനർജി, RMS വെലോസിറ്റി, ഇവരുടെയൊക്കെ റേഷ്യോ. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ നമുക്കറിയാവുന്നൊരു ഇക്വേഷൻ ആണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ഈസ് ഈക്വൽ ടു 3/2 kBT. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ കാണാൻ പറഞ്ഞാൽ തൽക്കാലം നമ്മൾ ഈ ഇടയിലുള്ള ടേം വിട്ടേക്ക്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 kBT. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ ഇതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് പറയുന്ന പോലെ തന്നെ, കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റിൽ നമ്മൾ കണ്ട പോലെ തന്നെ കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, ഈ മിക്സർ നിൽക്കുന്നത് ഒരേ ടെമ്പറേച്ചറിലാണ്. ക്ലോറിനും ആർഗണും മിക്സ് ചെയ്തിരിക്കുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന ടെമ്പറേച്ചറിലാണ്. ടെമ്പറേച്ചർ രണ്ടുപേർക്കും സെയിം ആണെങ്കിൽ കൈനറ്റിക് എനർജിയും സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ഓഫ് ആർഗൺ ബൈ കൈനറ്റിക് എനർജി ഓഫ് ക്ലോറിൻ എന്ന് പറയുന്ന റേഷ്യോ 1:1 ആയിരിക്കും. അല്ലെങ്കിൽ രണ്ടുപേരുടെയും കൈനറ്റിക് എനർജി സെയിം ആയിരിക്കും. ബിക്കോസ് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഓൺലി. ടെമ്പറേച്ചർ രണ്ടുപേർക്കും സെയിം ആണ്, അതുകൊണ്ട് കൈനറ്റിക് എനർജി റേഷ്യോ സെയിം ആണ്. അടുത്ത് ചോദിക്കുന്നത് RMS വെലോസിറ്റി ആണ്. വെലോസിറ്റി റേഷ്യോ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമുക്ക് K ഈസ് ഈക്വൽ ടു ഹാഫ് mv² അല്ലെ 3/2 kBT ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഈ വെലോസിറ്റിയുടെ റേഷ്യോ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഹാഫ് m മാസ് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും അറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാം ഹാഫ് mv² ഈസ് ഈക്വൽ ടു KE. ഇതാ ഞാൻ എഴുതാം, KE ഈസ് ഈക്വൽ ടു ഹാഫ് mv². ഈ m ഇങ്ങോട്ട് കൊണ്ടുവന്നേ, നമുക്ക് എന്ത് എഴുതാം? KE ബൈ m ഈസ് ഈക്വൽ ടു ഹാഫ് v². ശരിയല്ലേ? KE സെയിം, KE റേഷ്യോ 1:1.
കെ സെയിം, ഹാഫ് കോൺസ്റ്റന്റ്. അപ്പോൾ മാസ് വെലോസിറ്റി സ്ക്വയർ തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ വി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു 1/m അല്ലെ, അല്ലെങ്കിൽ v1 സ്ക്വയർ ബൈ v2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു m2/m1. തിരിഞ്ഞു വരും, കാരണം വെലോസിറ്റിയുടെ സ്ക്വയർ 1/m പ്രൊപ്പോർഷണൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. സോ വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ആർഗൺ എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് വെലോസിറ്റി ക്ലോറിൻ എന്ന് കൊടുക്കാം. അപ്പോൾ നേരെ തിരിച്ചു വരും. ഇവിടെ മാസ് ഓഫ് ക്ലോറിൻ വരണം, ഇവിടെ മാസ് ഓഫ് ആർഗൺ വരണം. ഓക്കെ, സ്ക്വയർ ഉണ്ട്, ഇൻവേഴ്സും ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വി ആർഗൺ ബൈ വി ക്ലോറിൻ? വി ഹാവ് ടു ടേക്ക് ദിസ് റൂട്ട് ഹിയർ അല്ലേ. ഇത് വെലോസിറ്റി സ്ക്വയർ ആയിരുന്നു, നമുക്ക് ഇവിടുത്തെ RMS വെലോസിറ്റിന്റെ റേഷ്യോ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മാസ് ഓഫ് ക്ലോറിൻ 70.9 ബൈ മാസ് ഓഫ് ആർഗൺ 39.9. ഓക്കെ, ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും റൂട്ട് ഓഫ്, ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു 1.78 ഉണ്ടാവും. ചെയ്ത് നോക്കാം. റൂട്ട് ഓഫ് 1.78 എന്ന് പറയുമ്പോൾ ഒരു 1.3 സംതിങ് ഉണ്ടാവും. കാൽക്കുലേഷൻസ് നിങ്ങളും ചെയ്ത് നോക്കണേ. ഞാൻ ചെയ്യേണ്ട മെത്തേഡ്സ് ആണ് കൂടുതലായിട്ടും പറയുന്നത്. എക്സാക്ട് കാൽക്കുലേഷൻ നിങ്ങളും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ സെയിം കോൺസെപ്റ്റ് തന്നെ, കൈനറ്റിക് എനർജി, ടെമ്പറേച്ചർ റിലേഷൻ, ഹാഫ് mv² എന്ന് പറയുന്ന ഇക്വേഷൻ, ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഒരു മോഡൽ. ഓക്കെ അല്ലേ? Then another simple question. Estimate the average thermal energy of helium atom at a temperature of 27 degrees Celsius. The direct question ആണ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരും എന്ന് ഞാൻ കാണിച്ചു തരാണ്. പലരും ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോഴേക്ക് അത് വിട്ടേച്ച് പോയിക്കളി. പ്രോബ്ലം കാണുമ്പോഴേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട്, ഇതൊക്കെ പ്രീവിയസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡയറക്റ്റ് ചെയ്തു പോകാം. ആവറേജ് തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഗ്യാസിനുണ്ടാകുന്ന എനർജി എന്ത് എനർജിയാണ്? കൈനറ്റിക് എനർജിയാണ്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു, ദാറ്റ് ഈസ് 3/2 kBT. ഡയറക്റ്റ് അങ്ങ് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് പോവാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു ബോൾസ്മാൻ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഇത് തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. 1.38 ഇൻറ്റു 10⁻⁻28 ഇൻറ്റു ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്, കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 27 പ്ലസ് 273 അല്ലേ? അപ്പോൾ 300 എന്ന് കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ആ ഗ്യാസിൻ്റെ എനർജി ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ടും ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിരിക്കുകയാണ്. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ വോളിയം ടെമ്പറേച്ചർ റിലേഷൻ ആണ് ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഗ്യാസിന് രണ്ട് ഡിഫറെൻറ്റ് പ്രഷറിൽ കീപ്പ് ചെയ്തിരിക്കുക. പ്രഷർ P1 വെച്ചപ്പോൾ ഗ്രാഫ് ഇങ്ങനെ കിട്ടി. ദെൻ പ്രഷർ P2 ആക്കിയപ്പോൾ ഗ്രാഫ് ഇങ്ങനെ കിട്ടി. ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് പ്രഷറാണ് കൂടുതലെന്ന്. ഓക്കെ, വോളിയം ടെമ്പറേച്ചർ റിലേഷനിൽ ഒരു ഗ്യാസിന്, ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ രണ്ട് ഗ്രാഫ് രണ്ട് ഡിഫറെൻറ്റ് പ്രഷറിൽ വരച്ചപ്പോൾ ഇങ്ങനെ കിട്ടി. ഏത് പ്രഷറാണ് കൂടുതൽ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ചെയ്ത വി ഹാവ് PV ഈസ് ഈക്വൽ ടു nRT അല്ലേ? വിയും ടിയും തമ്മിൽ റിലേഷൻ അവിടെ ഉള്ളത്, വിയും ടിയും തമ്മിൽ. നമുക്ക് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, പി അങ്ങോട്ട് കൊണ്ടുപോകാം. നോക്കൂ, അപ്പോൾ എന്താ കിട്ടുക? V/T ഈസ് ഈക്വൽ അല്ലേ? V/T. ഇത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ NR/P. NR കോൺസ്റ്റന്റ് ആണ് എന്ന് വെച്ചാൽ V/T പ്രൊപ്പോർഷണൽ ടു 1/P എന്ന് എഴുതാം അല്ലേ? ഐഡിയൽ ഗ്യാസിൽ നിന്ന് വിയും ടിയും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് കിട്ടുമ്പോൾ V/T പ്രൊപ്പോർഷണൽ ടു 1/P. എന്താണ് ഈ V/T? V y ആക്സിസിലുള്ളതാണ്, ടി എക്സ് ആക്സിസിൽ. വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ് എന്ന് പറയുന്നതാണ് സ്ലോപ്പ് അല്ലേ? സ്ലോപ്പ്. അപ്പോൾ സ്ലോപ്പ് ഇതാണ് V/T എന്ന് പറയുന്ന സ്ലോപ്പ് ഓഫ് ഗ്രാഫാണ്. സ്ലോപ്പ് പ്രൊപ്പോർഷണൽ ടു 1/P എന്ന് വെച്ചാൽ സ്ലോപ്പ് കൂടുതലാണെങ്കിൽ പ്രഷർ കുറവായിരിക്കും. സ്ലോപ്പും പ്രഷറും ഇൻവേഴ്സ് പ്രൊപ്പോർഷനാണ്. അതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കൂടുതലാണെങ്കിൽ പ്രഷർ കുറവ്, സ്ലോപ്പ് കുറവാണെങ്കിൽ പ്രഷർ കൂടുതൽ. ഈ ഗ്രാഫിൽ ഇതല്ലേ സ്ലോപ്പ് കൂടുതൽ, ഇതല്ലേ സ്ലോപ്പ് കുറവ്? സ്ലോപ്പൊക്കെ കാണാൻ അറിയാമല്ലോ അല്ലേ? സ്ലോപ്പിൻ്റെ ഒരു ഐഡിയ ഈ ചരിവ് കൂടുതൽ, അതാണ് സ്ലോപ്പ്. അപ്പോൾ P2 എന്ന് പറയുന്ന സ്ലോപ്പ് ഓഫ് P2 ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് P1 ആണ്. അതേസമയം സ്ലോപ്പും പ്രഷറും ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് പ്രഷർ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ പ്രഷർ 1 ആയിരിക്കും. അപ്പോൾ പ്രഷർ 1 ആണ് കൂടുതൽ, സ്ലോപ്പ് കുറഞ്ഞതിനായിരിക്കും പ്രഷർ കൂടുതൽ ഉണ്ടാവുക ഈ ഗ്രാഫ് പ്രകാരം.
മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു 3 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് സ്കോർ ചെയ്യാൻ കഴിയും. തിയറി വേണ്ടവർ നിർബന്ധമായിട്ടും ഇതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി, അവിടെ പ്രഷറിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്, അതാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു സാധനം. ദെൻ ആ തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ട് സിമ്പിളായിട്ട് വരാവുന്ന പ്രോബ്ലംസും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. ചെറിയ ചാപ്റ്ററാണ്, ഓരോ ദിവസവും ആ ചാപ്റ്റർ തീർത്ത് പോകാൻ നിങ്ങൾ ബാക്കി വെക്കരുത്. സോ നെക്സ്റ്റ് ഡേ നമുക്ക് അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.